ഹായ് വണക്കം നമസ്കാരം നമസ്തേ നിങ്ങളുടെ ശ്രീഹരി നോട്ട് അറിവ് എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഗ്രാമത്തിനെ കുറിച്ചുള്ള ഒരു രസകരമായ കഥ പറഞ്ഞു. ഈ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ വീടുകൾക്കും മുന്നിൽ രണ്ട് വാതിലുണ്ട്. എന്തിനാണെന്ന് നാട്ടുകാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞ അതിലും രസകരമായിട്ടൊരു കാര്യം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയും രാത്രി കൃത്യം 7:15 ആവുന്ന സമയത്ത് അവരുടെ ആ നാട്ടിൽ ഒരു ആത്മാവ് വരികയും ഈ വീടിന്റെ മുൻവശത്തുള്ള രണ്ടാമത്തെ വാതിൽ തുറന്നിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുകയും ചെയ്യും. തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ആ വീടിനോ ആ വീട്ടുകാർക്കോ ഒരാപത്തുമില്ല. ഇൻ കേസ് തുറന്നിട്ടിട്ടില്ല എന്ന് വെച്ചോളൂ, ആ വീട്ടിലുള്ള ഒരംഗത്തിന് ഒരു ശാപം കൊടുക്കുകയും ശാപത്തിനൊടുവിൽ 13-ാം നാൾ ആ പുള്ളിക്കാരൻ മരിക്കുകയും ചെയ്തു. ആ ആത്മാവിനെ ആ നാട്ടുകാർ വിളിക്കുന്ന പേരാണ് കാക്കുത. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സിനിമ കാക്കുത. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് റിതേഷ് ദേശ്മുഖ്, സക്കീബ് സലീം, സോനാക്ഷി സിൻഹ എന്നിവരാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആദിത്യ സർപോതക്കർ എന്ന് പറഞ്ഞ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മുഞ്ചിയ, അതേപോലെ സോംബി വലി അതൊക്കെ സംവിധാനം ചെയ്ത പുള്ളിക്കാരനാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. സോ സിനിമയിലോട്ട് വരുമ്പം ഞാൻ ആ നേരത്തെ പറഞ്ഞു വെച്ച സാധനം തന്നെയാണ് സിനിമയിലെ ബേസ് കോൺസെപ്റ്റ്. ആ കാക്കുതയെ ചുറ്റിപ്പറ്റിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അപ്പം ഇതിനകത്ത് സക്കീബ് സലീം അവതരിപ്പിക്കുന്ന കഥാപാത്രം സണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ്റെ പേരാണ് സോനാക്ഷി സിൻഹ. സോ അവരുടെ ലവ് ട്രാക്ക് പോകുന്ന സമയത്ത് സണ്ണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ പുള്ളിക്കാരന് ഈ ശാപം ഏൽക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ 13 ദിവസമേ ഉള്ളൂ ഇനി, സോ അതിന് മുന്നേ ഈ ശാപം ഏറ്റവരെല്ലാം മരിച്ചു പോയതാണ്. സോ പുള്ളിക്കാരന് മരിക്കും എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഇത് എങ്ങനെയെങ്കിലും മറികടക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ മറികടക്കണം, എങ്ങനെ രക്ഷപ്പെടാം ഇതിൽ നിന്ന്, എന്താണ് കാക്കുത, എന്തിനാണ് കാക്കുത ഈ നാട്ടുകാരോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. കാക്കുതയുടെ ഒരു ശാപം വളരെ രസകരമാണ്. കാക്കുത എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം വീടിൻ്റെ വാതിൽ തുറന്നില്ലെന്ന് വെച്ചോ, ആ രണ്ടാമത്തെ വാതിൽ തുറന്നിട്ട് ഉള്ളിൽ വരികയും ആ വീട്ടിലെ ഒരു അംഗത്തിന് ഒരു ചവിട്ട് കൊടുക്കുകയും ചെയ്യും. വലത്തേ കാല് വെച്ച് ഒരു ചവിട്ട് കൊടുക്കും. നീ കേക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എൻ്റെ ചെറുക്കം വീണതങ്ങ് ഗീതയുടെ പറമ്പിലോ, അവിടുന്ന് അവർക്ക് എടുത്തോണ്ട് വന്നത്. ആ ചവിട്ടില് ഒരു കൂന് വരികയും ആ കൂന് കൊണ്ട് 13 ദിവസം ആ കൂന് കൊണ്ടിരുന്നിട്ട് 13-ാം നാൾ പുള്ളിക്കാരൻ മരണപ്പെടുകയാണ്. അങ്ങനെയാണ് സിനിമയിൽ നമ്മുടെ കാക്കുതയുടെ ശാപം എന്ന് പറയുന്നത്. അപ്പം ആ ശാപം കിട്ടിക്കഴിഞ്ഞ് അത് ആ നാട്ടുകാർക്ക് വളരെ സുപരിചിതമായിട്ടൊരു കാര്യം ആയതുകൊണ്ട് അതിനുള്ള ചില രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. സോ അതിലോട്ട് റിതേഷ് ദേശ്മുഖും കൂടി വരുന്ന സമയത്ത് ഒരു ഗോസ്റ്റ് ഹണ്ടർ ആയിട്ടാണ് പുള്ളിക്കാരൻ അതിനകത്ത് വരുന്നത്. സോ ആ പുള്ളിക്കാരനും കൂടി വരുമ്പം ആ സിനിമയ്ക്ക് ഒരു മൂഡ് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമ മുന്നോട്ട് പോയി എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നത് എന്നോട് ചോദിച്ചാൽ എനിക്ക് വളരെ ഒരു ആവറേജ് അനുഭവമാണ് ഫീൽ ചെയ്തത്. എന്ന് വെച്ച് സിനിമ മോശമെന്നല്ല, ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഹൊറർ കോമഡി ജോണറിൽ പെടുന്ന ഒരു സിനിമയാണ് ഈ കാക്കുത എന്ന് പറയുന്നത്. റിതേഷ് ദേശ്മുഖ് ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്, സോനാക്ഷി സിൻഹയും നല്ലോണം ചെയ്തിട്ടുണ്ട്, സക്കീബ് സലീം പ്രധാന കഥാപാത്രങ്ങളൊക്കെ അവർ കൊടുത്ത വേഷം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. റിതേഷ് ദേശ്മുഖിൻ്റെ ക്യാരക്ടർ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്തിരുന്ന ചെയ്യണമായിരുന്നു എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ ഒരു ഗോസ്റ്റ് ഹണ്ടറായിട്ടൊക്കെ പുള്ളിക്കാരൻ ഭയങ്കര രസകരമായിട്ട് ചെയ്തു. പക്ഷേ അത് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ ആ കോൺസെപ്റ്റ് എനിക്ക്, കാരണം മുഞ്ചിയ ആ സിനിമയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കോൺസെപ്റ്റ് സിനിമയിൽ വരുന്നു എന്ന് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സിനിമ കാണാൻ വേണ്ടി. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടതും. മേ ബി അതുകൊണ്ടായിരിക്കണം, ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടായിരിക്കണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സിനിമ എറിച്ചില്ല.
പക്ഷേ എന്ന് വെച്ച് സിനിമ മോശമല്ല, സിനിമ നല്ലൊരു സിനിമയാണ്. ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഒരു ചിത്രം തന്നെയാണിത്. ഹൊറർ കോമഡി ജോണറിൽ വരുന്നൊരു സിനിമയാണ്. കാക്കുത, ഇത് നിങ്ങൾ കാണുന്ന സമയത്ത് കാക്കുതയ്ക്ക് ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു അതും ഭയങ്കര എനിക്ക് കുറച്ച് നല്ലോണം നല്ല രീതിയിൽ തോന്നി. കാരണം അതൊരു അനിമേറ്റഡ് ഫ്ലാഷ് ബാക്ക്. ഈ അനിമേറ്റഡ് ഫ്ലാഷ് ബാക്ക് നമുക്ക് കണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. സോ അതൊക്കെ നല്ല രീതിയിൽ വന്നു. ഒരു പാട്ടേ ഉള്ളൂ, അതും കറക്റ്റായിട്ട് മുഞ്ച കണ്ടവർക്ക് അറിയാം. ആ മുഞ്ചയിലൊരു പാട്ടുണ്ട്, അതും ഒരു കറക്റ്റായിട്ട് അവർ പ്ലേസ് ചെയ്യും. സോ അതാണ് എനിക്ക് ഒരു ആവറേജ് അനുഭവം ഫീൽ ചെയ്തൊരു സിനിമയാണ്. പക്ഷെ സിനിമയിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുണ്ട്. കുറച്ചൊക്കെ എനിക്ക് വർക്കായി, കുറച്ച് വർക്കായില്ല. സോ ഇറ്റ് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ. ലൈക്ക് മേ ബി മറ്റൊരാൾ കാണുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. എനിക്ക് ഒരു ആവറേജ് അനുഭവമാണ് സിനിമ തന്നത്. എന്നാൽ ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാക്കുത. ZEE5ലാണ് അവൈലബിൾ. തിയേറ്ററിൽ റിലീസ് അല്ലായിരുന്നു. ZEE5ൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 12-ാം തീയതിയാണ് റിലീസ് ചെയ്തത്. സോ ഹൊറർ കോമഡി ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കാക്കുത. ഇനി നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകാം. സോ അടുത്ത സിനിമ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമ. എന്ന് പറയുന്നതിന് മുമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സിനിമ. ആക്ഷൻ ജോണർ അല്ലെങ്കിൽ ആക്ഷൻ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു സിനിമയാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ കൊറിയൻ ലാലേട്ടൻ അല്ലെങ്കിൽ ഡോൺ ലീ അഭിനയിച്ചൊരു സിനിമയാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന സിനിമയാണ്. 2020 തോന്നുന്നു സൽമാൻ ഖാൻ്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു, രാധേ എന്ന് പറയുന്നൊരു സിനിമ. എനിക്ക് തോന്നുന്നു ZEE5ലും അതേപോലെ തിയേറ്ററിക്കൽ കറസ്പോണ്ടിങ് അങ്ങനെ എന്തോ റിലീസായിരുന്നു അത്. സോ അത് ആക്ച്വലി ഔട്ട്ലോസ് എന്ന് പറയുന്നൊരു സിനിമയുടെ റീമേക്കായിരുന്നു. സോ ഔട്ട്ലോസ് കണ്ടവർക്കറിയാം. ഔട്ട്ലോസ്, അത് കഴിഞ്ഞിട്ട് റൗണ്ട് അപ്പ് സീരീസ്, അതിൽ 4ാമത്തെ സിനിമയാണ് റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. റൗണ്ട് അപ്പ് അല്ലെങ്കിൽ ഔട്ട്ലോസ് കണ്ടവർക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ലൈക്ക് ഇൻട്രോ, അത് കഴിഞ്ഞിട്ട് ഒരു ക്രൈം, ആ ക്രൈം എന്താണ്, അത് കഴിഞ്ഞിട്ട് ഒരു ക്ലൈമാക്സ് ഫൈറ്റ്. ഇതേ ടെംപ്ലേറ്റ് തന്നെയാണ് സിനിമ. പിന്നെ പക്ഷേ സിനിമ എന്തുകൊണ്ടാണ് എനിക്ക് റൗണ്ട് അപ്പ് സീരീസ് എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് വെച്ചാൽ, ആക്ഷൻ ജോണർ കറക്റ്റായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ച് നമുക്ക് ഒരിടത്തും ബോറടിപ്പിക്കാതെ 2 മണിക്കൂർ, എനിക്കൊന്ന് 2 മണിക്കൂർ കവിയാതെ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് ബോറടിപ്പിക്കാതെ എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ്. ഇതിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ചിലരെങ്കിലും ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു സിനിമയാണ് ദ ഗ്യാങ്സ്റ്റർ, ദ കോപ്പ്, ദ ഡെവിൽ എന്ന് പറയുന്ന ഒരു കൊറിയൻ സിനിമയുണ്ട്. അതിൽ ദ കോപ്പായിട്ട് അവതരിപ്പിച്ച പുള്ളിക്കാരനാണ് ഇതിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ക്യാരക്ടറിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. സോ പുള്ളിക്കാരനാണ് ഇതിനകത്ത് ആ റോള് ചെയ്തിരിക്കുന്നത്. കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോൺലി ആയാലും പുള്ളിക്കാരനാണ് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഡോൺലിയുടെ ഒരു ഇടിയൊക്കെ ഉണ്ട്. ഇടി എന്നൊക്കെ പറയുന്നത് നമ്മൾ കാണുകയാണെങ്കിലും നമുക്ക് ആ എഫക്റ്റ് നമുക്ക് കിട്ടും. അത്ര ഒരു പവർഫുൾ പഞ്ചാണ് പുള്ളി കൊടുക്കുന്നത്. അതിപ്പോൾ പുള്ളിക്കാരൻ്റെ എല്ലാ സിനിമയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആക്ഷനിലോട്ട് വരുന്ന സമയത്ത് പുള്ളിക്കാരൻ കിട്ടലുമായിട്ട് ചെയ്യുക. ഇപ്പം പുള്ളിക്കാരൻ്റെ ഇടിയൊക്കെ എങ്ങനെ പറഞ്ഞു തരുന്നത്. അതാണ് ഒരു കിൻഡിലൊക്കെയാണ് ഇടി എന്നൊക്കെ പറഞ്ഞത്. സോ തീർച്ചയായിട്ടും ആക്ഷൻ ജോണേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനും അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഈ സിനിമ. അതേപോലെ റൗണ്ട് അപ്പ് സീരീസിൻ്റെ ഒക്കെ ഫാൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. സോ അതാണ് 2 സിനിമകളാണ് ഞാൻ ലൈക്ക് ഈ 2 സിനിമകളാണ് നമ്മൾ ഒരു ഒപ്പീനിയൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുന്നത്, മഹാരാജ, അതേപോലെ മന്ദാകിനി, എക്സോർസിസം, കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് എയ്പ്സ്, നമ്മുടെ പ്ലാനറ്റ് ഓഫ് എയ്പ്സ് സീരീസിലെ 4ാമത്തെ സിനിമ, ഗാർഫീൽഡ് എന്ന് പറയുന്ന സിനിമ വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്, ഒന്നും കാണാൻ പറ്റിയില്ല. പില്ലെന്ന് പറയുന്ന ഒരു വെബ് സീരീസ് വന്നിട്ടുണ്ട്, നല്ലൊരു റിവ്യൂവും കിട്ടുന്നുണ്ട് പില്ലിന്. സോ അടുത്ത ഏത് സിനിമ, ഇതിൽ ഏതെങ്കിലും സിനിമ നിങ്ങൾക്ക് ഒപ്പീനിയൻ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യുക. അതേപോലെ ഇതേപോലുള്ള വീഡിയോ നിങ്ങളുടെ അടുത്ത് എളുപ്പം എത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. അതിനൊപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഞെക്കുക. സോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ബ്ലാസ്റ്റിംഗ് വീക്കെൻഡ് ഞാൻ വിഷ് ചെയ്യുന്നു. സോ ബൈ. അടിയളിയാ